ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൺബോക്സിങ് ബൈ ഷെയർ. അപ്പം ഇന്നത്തെ വീഡിയോയിലും പാക്കേജ് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള പ്രോഡക്റ്റാണിത്. പാക്കേജ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു ഓപ്പൺ പ്രോഡക്റ്റാണ്. അത് ഫ്ലിപ്കാർട്ടിൻ്റെ മറ്റേ പുത്തൻ പോളിസി പ്രകാരം ഡെലിവറി ചെയ്യുമ്പോൾ അവർ ഓപ്പൺ ചെയ്ത് കാണിക്കുക. അതിനകത്ത് ഇസ്റ്റിക്കട്ടയും സോപ്പും അങ്ങനത്തെ ഒന്നും അല്ല എന്ന് വേണ്ടിയിട്ടുള്ള അവരുടെ പുത്തൻ പോളിസി കൊണ്ടാണ് ഇങ്ങനെ ഓപ്പൺ ബോക്സ് ആയിട്ട് ഇപ്പോൾ വരുന്നത്. നമുക്ക് ലാഗില്ല, നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇത് OnePlus Nord Buds 2R എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റാണ്. OnePlusൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. അത് നല്ല സെയിലുള്ള ഒരു പ്രോഡക്റ്റാണിത്. ഇത് ഡീപ്പ് ഗ്രേ ആണ് കളർ. അതേപോലെ തന്നെ ബ്ലൂടൂത്ത് 5.3 ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. നല്ല അത്യാവശ്യം ഒരു നല്ല റിവ്യൂ ഉള്ള ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മളിത് വാങ്ങിയത്. അപ്പോൾ നമുക്ക് നേരെ ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഓൾറെഡി ഓപ്പൺ ആണ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ പാക്ക് ചെയ്ത് വെച്ചാണ്. ഓപ്പൺ ആക്കുക. ഇതാണ് നമ്മുടെ വരുന്നത്. നമുക്ക് മാറ്റി വെക്കാം. വേറെ എന്തൊക്കെയുണ്ട് നോക്കേണ്ടത്. ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ OnePlusൻ്റെ അതായിട്ടുള്ള നെവർ സെറ്റിൽ നിന്നുള്ളത് കാണാം. ഇത് മറ്റേ യൂസർ മാനുവലും അങ്ങനത്തെ കാര്യങ്ങളാണിത്. ഇവിടെ സെക്യൂരിറ്റിയും വാറണ്ടി കാർഡാണ്. ഇത് സ്കാൻ ചെയ്യാൻ മറ്റേ OnePlusൻ്റെ റെഡ് കേബിൾ മെമ്പർഷിപ്പിൻ്റെയാണ്. അത് ഒന്നും ആരും യൂസ് ചെയ്യാറില്ല. OnePlusൻ്റെ സ്റ്റിക്കറും ഉണ്ട്. ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്റ്റിക്കറാണ്. ഇതുവരെ OnePlusൻ്റെ അത് ഇങ്ങനത്തെ കണ്ടിട്ടില്ല. പിന്നെ 2 ഇയർബഡ് അകത്ത് വെക്കുന്ന ബഡുണ്ട്. 2 പെയർ ബഡുണ്ട്. OnePlusൻ്റെ സെയിം റെഡ് കേബിൾ വെച്ചിട്ട് C ടൈപ്പ് ചാർജറും ഉണ്ട്. നമ്മുടെ ഹെഡ്സെറ്റ് ചാർജ് ചെയ്യാനായിട്ടുള്ള C ടൈപ്പ് ചാർജറും വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ചാർജർ മാത്രമേ ഉള്ളൂ, അഡാപ്റ്ററൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ ബോക്സിൽ. നമുക്കിനി OnePlus Nord Buds 2R എന്നുള്ള പ്രോഡക്റ്റ് നമുക്ക് ഓപ്പൺ ആക്കാം. ഇവിടെ OnePlus എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ഇൻഡിക്കേഷനാണ് ഇപ്പോൾ വരുന്നത്. ക്യാമറയ്ക്കകത്ത് എത്രത്തോളം കാണാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞുകൂടാ. പെട്ടിയാണെങ്കിലും അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല വെയിറ്റും അത്യാവശ്യം ഉള്ള ആവറേജ് ഒരു നല്ല വെയിറ്റും ഉണ്ട് ഇതിന്. ഇങ്ങനെയാണ് നമ്മുടെ ബഡ് വരുന്നത്. ഇത് ഈ കാണുന്ന ഈ റൗണ്ടാണ് ഇതിൻ്റെ സെൻസേഴ്സ്. നമുക്ക് വീഡിയോ പാട്ടോ എല്ലാം പോസ് ചെയ്യണേ ഒരു പ്രാവശ്യം 2 വർക്കിംഗ് ആവും. പോസ് ചെയ്യണേ ഇത് വെച്ച് ഞെക്കി പോസ് ചെയ്യാം. അത്യാവശ്യം ഇച്ചിരി വെയിറ്റുള്ള പ്രോഡക്റ്റാണിത്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. കുഞ്ഞ് നമ്മുടെ ചെവിക്കകത്ത് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അധികം വെളിയിലോട്ടൊന്നും നിൽക്കുന്ന രീതിയിലൊന്നുമില്ല. ഇത് ഇതിൻ്റെ അകത്ത് വെക്കാനായിട്ട് ജസ്റ്റ് ഇവിടെ വെച്ചാൽ മതി. അത് മാഗ്നറ്റ് അത് ഒട്ടിയിരിക്കുന്നുണ്ട്. നല്ല ഫിറ്റായിട്ടിരിക്കുന്നുണ്ട്. കമത്തിയൊന്നും പോകത്തൊന്നുമില്ല. ഇവിടെ വെച്ചാൽ മതി. തിരിച്ച് ഒന്നും അത് താഴെ വീഴത്തൊന്നുമില്ല. അപ്പം ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും സൈറ്റിൽ കിടക്കുന്ന ഫോട്ടോസും ഈ വീഡിയോയുടെ എൻഡിൽ ഞാനായിട്ട് കൊടുത്തേക്കാം. പിന്നെ ഇത് ഇടാനായിട്ട് പ്രത്യേകിച്ച് ആപ്പോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് നേരെ ബ്ലൂടൂത്ത് ഓണാക്കി പെയർ ചെയ്താൽ മാത്രം മതി. അല്ലാതെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആപ്പൊന്നും ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ഒന്നുമില്ല. ഇതിന് IP55 റേറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ സ്വെറ്റും റെസിസ്റ്റൻസ് ഉണ്ട്. 10 മീറ്ററാണ് ഇതിൻ്റെ വയർലെസ് റേഞ്ച്. നമ്മുടെ ഈ കേസിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 480 mAh ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്ലേ ബാക്ക് ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ 38 മണിക്കൂർ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ ചാനൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 6:30-ക്കാണ് വീഡിയോസ് അപ്ലോഡ് ആകുന്നത്. അപ്പം മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. അല്ലാത്തവരാണെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 6:30 ആകുമ്പോൾ നമ്മുടെ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പം വീഡിയോസ് കാണാൻ പറ്റും. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം മറ്റൊരു പ്രോഡക്റ്റുമായിട്ട് നമുക്ക് അടുത്ത വെള്ളിയാഴ്ച കാണാം. ഇതുവരേക്കും താങ്ക് യു.